ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മഹേന്ദ്രയുടെ വണ്ടിയാട്ടോ. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇച്ചിരി തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിലേക്കും പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബോഡിയിലൊക്കെ അത്യാവശ്യം ഡസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ബാക്കിലാണെങ്കിലും അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ഇനി നോക്കാം ബാക്കിയുള്ള എന്തെങ്കിലും വർക്ക്. പിന്നെ അകത്തോട്ട് വരുവാണെങ്കിൽ അകത്ത് ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പൊ സർവീസ് ചെയ്തു കേട്ടോ. വണ്ടി ഇപ്പം ഇനി പാച്ച് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം സർവീസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫുള്ള് വാഷ് ചെയ്ത് നല്ല അഴുക്കും പൊടിയൊക്കെ കളഞ്ഞ് അത്യാവശ്യം നീറ്റായിട്ടുള്ള പൊടിയൊക്കെ കളഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഷൊക്കെ ചെയ്യാൻ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പെട്രോൾ ടാങ്കിൻ്റെ സൈഡും മറ്റുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കഴിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളത് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ബമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചേട്ടൻ അവിടെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളും ജസ്റ്റ് ഇനിയിപ്പോൾ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേക്ക് ഇട്ട് തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ സൈഡിലും ബാക്കിലൊക്കെ പുട്ടി ഇട്ട് തുടങ്ങി കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന് മൊത്തത്തിൽ പുട്ടിയൊക്കെ ഇട്ട് ജസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് ഇനിയിപ്പോൾ എല്ലാം ചെയ്യാനുള്ളൂ. ബാക്കി ഇനി പേപ്പർ പിടിക്കാനൊക്കെ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ ഒരു മഹേന്ദ്രയുടെ വണ്ടിയുടെ മൊത്തം വൈറ്റ് പുട്ടി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറൊരു സെക്കൻഡ് പുട്ടിയുടെ ഉണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും നമുക്ക് പേപ്പർ പിടിച്ചതിന് ശേഷമാണ് പെയിൻറ്റിങ് വരുന്നത്. എനിക്കത് ബ്ലാക്ക് ആണോ എന്നൊരു സംശയമുണ്ട് വണ്ടി. അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കുന്നത് ഈ പെയിൻറ്റിങ് കണ്ട് മടുത്തെന്ന് തോന്നുന്നില്ലേ. മടുത്തെങ്കിൽ നമുക്ക് വേറെ വണ്ടികളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പെയിൻ്റൊക്കെ ചെയ്തു. എപ്പോഴും പെയിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം മാസ്ക് ചെയ്ത് ഇപ്പോൾ മഞ്ഞ പെയിൻറ്റ് അടിച്ചു. ഇനിയിപ്പോൾ ആ ഫ്രണ്ടിലെ ഇവിടെ പെയിൻറ്റ് അടിക്കാനുണ്ട്. പിന്നെ പ്യൂ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ അടിച്ചിരിക്കുന്നത്. പ്യൂ ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടിച്ചു. അകത്തൊക്കെ ഇനി സീറ്റും കാര്യങ്ങളെല്ലാം മാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. വീലിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലെഫ്റ്റ് സൈഡും പെയിൻ്റ് അടിച്ചു. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിലും നമ്പർ പ്ലേറ്റ് എഴുതാനുണ്ട്. പിന്നെ നമ്മുടെ വീലും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്പർ എഴുതാനുണ്ട്. ബാക്കി കുറച്ച് സ്റ്റിക്കർ വർക്കും പേരും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കാണാം. ഇനിയിപ്പോൾ എപ്പോഴും എല്ലാം കാണിക്കുന്നതല്ല. ജസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുവാണെങ്കിൽ പെട്ടിയിൽ നമുക്കിനി ഒരു ഗ്രീൻ കളറിലൊരു പെയിൻറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ മിക്ക വർക്കും കഴിഞ്ഞോട്ടെ. ഏകദേശം നമ്മുടെ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെയൊക്കെ പെയിൻറ്റും കാര്യങ്ങളും പിന്നെ സൗണ്ട് ഓൺ ബാബർ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി എപ്പോഴും കാണിക്കുന്നതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് വരുവാണെങ്കിലും ചെറിയ ഇനി അപ്പോഴ്സറിയുടെ ചെറിയ മേളിലൊക്കെ കുറച്ച് സംഭവം ചെയ്യാനുണ്ട്. സീറ്റൊക്കെ വെച്ചു ഓൾറെഡി. ബാക്കി നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഇനി ഫ്ലാപ്പ് വെക്കാനുണ്ട്. ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. നമുക്ക് നോക്കാം ബാക്കി. അത് കഴിഞ്ഞിട്ട് ഫ്ലാപ്പും കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞോട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫ്ലാപ്പ് വെച്ചു. ഫ്രണ്ടിൽ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞോട്ടെ. ഏകദേശം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു 30,000 മേളിലേ വരുള്ളൂ. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ.